ഏറ്റവും ദുഃഖകരമായ ഒരു വസ്തുതയാണ്, ഒരു സംഭവമാണ് ഉണ്ടായത്. സാധാരണഗതിയിൽ നമ്മൾ ഈ യാത്രാമാർഗ്ഗങ്ങളെപ്പറ്റി നോക്കുമ്പോൾ ഇന്ന് പൊതുവെ അംഗീകരിക്കപ്പെടുന്നത് വ്യോമയാന യാത്രയാണ് ഏറ്റവും സേഫ് അല്ലെങ്കിൽ ഏറ്റവും സുരക്ഷിതമെന്നാണ് നമ്മളൊക്കെ പൊതുവെ അംഗീകരിക്കുന്നത്. പക്ഷേ ഇത് ഉണ്ടായി, അഹമ്മദാബാദിലുണ്ടായി. അത് ഉണ്ടായിട്ടുള്ളത് ഡ്രീം ലൈനർ എന്നുള്ള 787. അത് ഈ 787 വിമാനങ്ങൾ ഡ്രീം ലൈനർ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞാനായിരുന്നു അന്ന് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. അന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തത് 2010-ലാണ് തോന്നുന്നു, 2010. അന്ന് അതൊരു നെക്സ്റ്റ് ജനറേഷൻ എയർക്രാഫ്റ്റ് ആയിരുന്നു. അതിനുശേഷം എയർ ഇന്ത്യക്ക് തന്നെ ഇപ്പം 27 വിമാനങ്ങൾ അവർക്ക് ഡ്രീം ലൈനേഴ്സ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കിയത്. ലോകം മുഴുവൻ ഇത്തരത്തിലുള്ള വിമാനങ്ങൾ ധാരാളം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ലോസ്, ഒരു ക്രാഷ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ വേഗത്തിൽ കയറി എന്തെങ്കിലും ഒരു നിഗമനത്തിലെത്തുന്നത് ശരിയാവില്ല എന്ന് തോന്നുന്നു. പക്ഷേ അടിസ്ഥാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഏതാണ്ട് 242 പേരാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, ക്രൂ അടക്കം എന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത്, എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ വിമാനത്തിൽ പൈലറ്റുകളെന്ന് വെച്ചാൽ വിമാനം 11 വർഷവും 5 മാസവും ഏജ്ഡ് വിമാനമാണ്. വിച്ച് നോർമൽ ഏവിയേഷൻ ഇതിൽ അത്ര വലിയൊരു പ്രായാധിക്യമുള്ളൊരു വിമാനമല്ല. പൈലറ്റ്സ് ആണെങ്കിൽ 8200 ഫ്ലൈയിങ് അവേഴ്സ് ഇതേ ടൈപ്പ് വിമാനത്തിൽ ചെയ്തിട്ടുള്ള കമാൻഡറും അതുപോലെ തന്നെ കോ പൈലറ്റ് ഫസ്റ്റ് ഓഫീസറായിട്ടുള്ള ആൾ 1100 മണിക്കൂർ ഫ്ലൈ ചെയ്ത ആളുകളാണ്. അപ്പോൾ ആ ഭാഗത്തൊന്നും എന്തെങ്കിലും നമുക്കൊരു കൺസേൺ റേസ് ചെയ്യുന്ന ഫാക്ട്സ് ഒന്നുമില്ല. പക്ഷേ എങ്കിലും ഇത് സംഭവിച്ചു. എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് ഒരു ഫൈനൽ നിഗമനത്തിൽ നമുക്ക് എത്തണമെങ്കിൽ ഇപ്പം ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പണ്ട് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ ഭാഗമായിരുന്നെങ്കിലും ഇപ്പോഴൊരു ഓട്ടോണമസ് ആയിട്ട് അവർക്ക് വസ്തുനിഷ്ഠമായിട്ട് അന്വേഷിക്കാൻ കൂടുതൽ സഹായമായി വേണ്ടിയിട്ട് അവരെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷനായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി. ടീം അവിടെ എത്തിക്കഴിഞ്ഞു. DGCA ഹിംസെൽഫ് ഇസ് ദർ. എല്ലാവരും കൂടി അന്വേഷിച്ചിട്ടൊരു വ്യക്തമായ നിഗമനത്തിലെത്തും എന്നാണ് വിശ്വസിക്കുന്നത്. ഇതിൽ 1-2 നോട്ടബിൾ ഫാക്ട്സ്. റിയാക്ഷൻ ടൈം തീരെ പൈലറ്റ്സിന് ലഭിച്ചിട്ടില്ല. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ഏതാണ്ട് 625 ഫീറ്റ് ആകാശത്തിലേക്ക് ഉയർന്നപ്പോൾ തന്നെയാണ് പൈലറ്റ്സ് മേഡേ കോൾ കൊടുക്കുന്നത്. മേഡേ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർണിങ്ങിൻ്റെ എക്സ്ട്രീം ഇമ്മിനൻറ്റ് ഡേഞ്ചർ കോളാണത്. അത് കൊടുത്തു കഴിഞ്ഞിട്ട് റിപ്ലൈ ATC എന്ന് വന്നപ്പോൾ പോലും അവർക്ക് അത് റിയാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ 625 ഫീറ്റിൽ നിന്നാണ് വിമാനം പെട്ടെന്ന് താഴോട്ട് വരുന്നത്. ഒരു സിഗ്നിഫിക്കൻറ്റ് ഫാക്ടർ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മോഡേൺ ഇത് വെച്ചിട്ട് ADSB സിസ്റ്റം എന്ന് പറയും, ഈ ഓട്ടോമാറ്റിക് ഡിപ്പെൻഡൻറ്റ് സർവൈലൻസ് ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം. റിയൽ ടൈമിൽ തന്നെ വിമാനത്തിൻ്റെ ഡേറ്റ നമുക്ക് ട്രാൻസ്പോസ് ചെയ്യാൻ കഴിയും. അത് വെച്ച് നോക്കുമ്പോൾ ആ സ്പീഡിൽ വിമാനം ഏതാണ്ട് 100 കഷ്ടിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ 200 കിലോമീറ്റർ 200 നോട്ട് സ്പീഡെങ്കിലും വേണ്ട വിമാനം ആ ഘട്ടത്തിൽ അതിനേക്കാളിലൊക്കെ കുറവ് 174 നോട്ട് സ്പീഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോഴെന്തോ ഒരു എൻജിൻ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു സൂചനയാണ് അതിൽ കാണുന്നത്. പിന്നെ മറ്റൊന്ന്, വിമാനത്തിൻ്റെ ക്രാഷിങ് ആ വീഡിയോ കാണുമ്പോൾ തന്നെ അതിൻ്റെ വിമാനത്തിൻ്റെ നോസ് റേസ് ചെയ്യാം. അപ്പം പൈലറ്റ് തീർച്ചയായിട്ടും അത് വിമാനം രണ്ടാമത് ഉയർത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഫുൾ പവർ കൊടുത്ത് കാണണം, പക്ഷേ റേസ് ചെയ്തില്ല, അത് ക്രാഷ് ചെയ്യുക ചെയ്തത്. സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു പവർ ലോസ് ഉണ്ടാകുമ്പോൾ പൈലറ്റിന് സമയം കിട്ടുകയാണെങ്കിൽ അദ്ദേഹം തിരിച്ച് ഒരിക്കൽ കൂടി ഗോ റൗണ്ട് ചെയ്ത് ലാൻഡ് ചെയ്യും, എമർജൻസി ലാൻഡ് ചെയ്യും. അതിനൊന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പൂർണ്ണമായിട്ട് നമ്മളൊരു നിഗമനത്തിൽ എത്തണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു വിശദമായ അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് ലഭിക്കണം. അത് ഉടനെ ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പം ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്ന സാങ്കേതിക ഡേറ്റാബേസ് ഉണ്ട്. പിന്നെ അതുകൂടാതെ CVR ഉണ്ട്, അതായത് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ ഉണ്ട്. പൈലറ്റ്സ് തമ്മിലുള്ള സംസാരം മുഴുവൻ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടുള്ള വിവരം കിട്ടും. വളരെ നിർഭാഗ്യകരമായി പോയി എന്നുള്ളൊരു വസ്തുത അവശേഷിക്കുകയാണ്.